സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ മിക്സർ റെഡി ആയിട്ട് പൂരി മിക്സർ നിങ്ങളുടെ അത് ട്രൈ ചെയ്യൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇപ്പോൾ കുറച്ച് ഞാൻ ഇട്ടുണ്ട് കഴിക്കാം. സോ ഇപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് എല്ലാ സൈഡ് കുറച്ച് നേരം മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇടണം. കുറച്ച് എണ്ണ നമ്മൾ ഇട്ടുണ്ടായിരുന്നു, അത് കുറച്ച് സമയം എടുക്കും. സോ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ ചെയ്യും, നല്ല ടേസ്റ്റ് ആവും. സോ അത് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇവിടെ കർമൂർ പറയുന്നത് അവിടെ കുറുമുർ പറയുന്നത് കുറുമുർ അങ്ങനെ വ്യത്യാസമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പൂജ നമ്മുടെ പൂരി മിക്സർ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രണ്ട്സ്. അതെ, നമുക്ക് മിക്സർ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് വെക്കാം. സോ അത് നമുക്ക് കുറച്ച് ദിവസം നമുക്ക് ചായക്കുള്ള ഒരു എന്താ പറയണേ പലഹാരം ഉണ്ടാവും, സ്നാക്സ് ഒക്കെ ഉണ്ടാവും വീട്ടില്. സോ ഞാൻ എങ്ങനെ അത് പൂരി മിക്സർ ഉണ്ടാക്കണേ അത് ഷെയർ ചെയ്യും ഞാൻ. സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ, ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ. സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇതന്നെ നമുക്ക് മിക്സർ ഉണ്ടാക്കാം. പൂരി പറയുന്നേ മലയാളത്തിലേക്ക്, ആക്ച്വലി ഹിന്ദിയിലേക്ക് നമ്മുടെ ഇതിനെ എന്താ പറയും ഫ്രണ്ട്സ് അറിയാം? കുർമുറ അല്ലെങ്കിൽ മുർമുറ അതൊക്കെ പറയും നമ്മുടെ ഹിന്ദിയിലേക്ക്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിലേക്ക് നമ്മുടെ ഇതിനേക്ക് പഫ്ഡ് റൈസ് പറയും ഫ്രണ്ട്സ്. അത് പഫ്ഡ് റൈസ്. പിന്നെ മലയാളത്തിലേക്ക് പൂരി. നമ്മുടെ ഇവിടെ ഇതിനേക്ക് കുർമുറ പറയുന്ന ഫ്രണ്ട്സ്. കുർമുറ കുർക്കുറുണ്ട് ഇത് കുറച്ച് കഴിക്കുന്ന സമയം. സോ അത് വേണ്ടിട്ടാ കുർമുറ അല്ലെങ്കിൽ മുർമുറ. അത് പേര് വ്യത്യാസമാവും കുറച്ച്. ഇത് പിന്നെ പൂരിന കുറച്ച് അങ്ങനെ എന്താ പറയുന്നേ നരം ക്യാ ബോലിഗെ നരം കുറച്ച് തന്തു. സോ നമുക്ക് അത് കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. സോ അത് കുറച്ച് പിന്നെ എന്താ പറയുന്നേ കർമൂറാവും. ഇവിടെ കർമൂർ പറയുന്നേ, അവിടെ കുർമുർ പറയുന്നേ. കർമൂർ കുർമുർ അങ്ങനെ വ്യത്യാസമുണ്ട് ഫ്രണ്ട്സ്. സോ നമുക്ക് അത് കുറച്ച് കർമൂറായിട്ട് അത് കിട്ടും. അത് വേണ്ടിട്ട് നമുക്ക് അങ്ങനെ എന്താ ചെയ്യണം ഞാൻ പറയാം. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കുറച്ച് മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാളികേരം വേണം. ആക്ച്വലി ഉണക്ക നാളികേരം ഉണ്ടെങ്കിൽ അത് നല്ലതാ ഫ്രണ്ട്സ്. പക്ഷെ നമ്മുടെ ഇതിൽ ഉണക്ക നാളികേരം ഇല്ല. സോ നമുക്കിവിടെ ഫ്രഷ് നാളികേരം കുറച്ച് പട്ടിക്കാൻ പോന്നെ. സോ പിന്നെ എനിക്ക് ഒരു ചേച്ചിയുടെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ നാളികേരം കുറച്ച് ഒടിക്കാൻ സമയം അത് നാളികേരം കുറച്ച് നമ്മുടെ അത് വെട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് ഒടിക്കാൻ ഈസി ആവും. നനയ്ക്കുമ്പോ നനയ്ക്കുമ്പോ അത് കുറച്ച് ഈസി ആവും. സോ അത് നമുക്ക് ഇപ്പൊ ട്രൈ ചെയ്യാൻ പോണേ ഫ്രണ്ട്സ്. ഇപ്പൊ നമുക്ക് നാളികേരം കുറച്ച് വെട്ട് ചെയ്യാം. ചെറിയ നാളികേരം ഉണ്ട്, ചെറിയ. വേഗം പൊട്ടി. വെള്ളം വേണം, എനിക്ക് വേണം അവിടെ. കുറച്ചുള്ളൂ വെള്ളം, പക്ഷെ ഞാൻ കുടിക്കാം. ഇവിടേക്ക് ചിലപ്പോ ആൾക്കാർക്ക് ഇത് ഇഷ്ടാവില്ല, ഇത്രയും ഫ്രഷ് നാളികേരം കുടിച്ചിട്ട് കുടിക്കും. ഉണ്ട് കുറച്ചുണ്ട്. സോ ഇത് നമ്മുടെ നാളികേരം പൊട്ടി. ഇപ്പൊ നമുക്ക് കുറച്ച് നാളികേരം ചെറുകെ വേണ്ട, നമുക്ക് കുറച്ച് നാളികേരം അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് കഷ്ണമായിട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെ. പിന്നെ ഞാൻ നാളികേരം ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്, പക്ഷെ ഞാൻ കൂടുതൽ സമയം അമ്മക്ക് പറയും അമ്മ. സോ ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്ക് പൂരി മിക്സർക്ക് വേണ്ടിട്ടാ വേണം ഇവിടെ പൂരി. പിന്നെ കുറച്ച് നാളികേരം വേണം. ഉണക്ക നാളികേരം ഉണ്ടെങ്കിൽ നല്ലതാ ഫ്രണ്ട്സ്, പക്ഷെ ഇത് നമ്മുടെ ഫ്രഷ് നാളികേരം ഉണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 3-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് 2 പച്ചമുളക്, പിന്നെ കരിവേപ്പില. സോ ഇപ്പൊ നമുക്ക് കുറച്ച് അത് കട്ട് ചെയ്തിട്ട് എടുക്കാം. എങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് പൂരി നമ്മുടെ അടിച്ചിട്ട് വെച്ചു, അല്ലെങ്കിൽ കൂടുതൽ ഇതാവും, സോഫ്റ്റ് ആവും. സോ ഇപ്പൊ നമുക്ക് കുറച്ച് നാളികേരം അങ്ങനെ കട്ട് ചെയ്യാം. കുറച്ച് അത് നമ്മുടെ പായസംക്ക് അങ്ങനെ കട്ട് ചെയ്യും അമ്മ. അങ്ങനത്തെ നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം, സൂക്ഷിച്ചിട്ട് ചെയ്യണം. ഇത്ര വലിയ കഷ്ണം വെക്കാം നമുക്ക്. ഉണക്ക നാളികേരം ഉണ്ടെങ്കിൽ അത് കൂടി അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം നമുക്ക്. അത് കുറച്ച് നമുക്ക് നാളികേരം അങ്ങനെ കടിക്കുമ്പോൾ വരുമ്പോൾ മിക്സറിലേക്ക്
നല്ല ടേസ്റ്റ് ആവും. അത് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാളികേരം ഇങ്ങനെ എടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഉണ്ടില്ലെങ്കിൽ നിങ്ങളുടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് ഫ്രഷ് നാളികേരം എടുക്കാം. പിന്നെ അത് എന്താ ചെയ്യാം ഞാൻ പറയാം. ഓ ഇത് കുറച്ച് അങ്ങനെ കട്ട് ചെയ്യാം. കുറച്ച് വേണം നമുക്ക്. കുറച്ചുകൂടി എടുക്കാം. മതിയോ നമ്മ? കുറച്ചുകൂടി എടുക്കാം. സോ എത്രയും മതി നോക്കൂ ഫ്രണ്ട്സ്. ഞാൻ എത്രയും നാളികേരം എടുത്തു. സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഇത് പച്ചമുളക് ഉണ്ടെന്നാ അത് കൂടി നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം. പക്ഷെ വാഷ് ചെയ്തിട്ട് തന്നെ കുറച്ച് ഒരു പ്രാവശ്യം വാഷ് ചെയ്യാം. സോ ആക്ച്വലി ഇത് കുറച്ച് ഞാൻ വാഷ് ചെയ്തിട്ട് പിന്നെ അത് കുറച്ച് തുടച്ചിട്ട് എടുത്തു നമ്മുടെ മുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നേ വെക്കാം. അങ്ങനെ എത്ര മതി അമ്മ? എത്ര സൈസ് മതി? ശരിയാക്കണം വേണ്ടാനാ? എത്ര വെക്കാം? കൂടുതൽ സോ എത്ര വെച്ചു ഞാൻ? ഇത് കുറച്ച് എണ്ണ കട്ട് ചെയ്യാം. നല്ല എരിവുണ്ട്. എരിവ് പച്ചമുളക്. ആക്ച്വലി ഞാൻ ഇവിടെ ഇപ്പോ 2 പച്ചമുളക് എടുത്തു. മീൻസ് ഞാൻ ഇതിൽ കുറച്ചിന എരിവായിട്ട് നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നില്ല. മീഡിയം ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. കൂടുതൽ എരിവ് വേണ്ട. ഇപ്പൊ ഇത് അങ്ങനെ ചെയ്യുമ്പോ മതിന്. സോ ഇത് വെളുത്തുള്ളി നമുക്ക് കുറച്ച് ചതച്ചെടുക്കുമ്പോ കുഴപ്പമില്ല. കുറച്ച് അങ്ങനെ എത്ര മതിന. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കത്തിനെ കുറച്ച് അങ്ങനെ പ്രഷർ കൊടുക്കണം. സോ ഇത് അതിന്റെ ലൈറ്റില് കൂടുതൽ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിക്ക് ടേസ്റ്റ് കിട്ടും നമ്മുടെ മിക്സറിലേക്ക്. അത് നല്ല ടേസ്റ്റ് ആവും. ചതച്ചെടുക്കുമ്പോ നല്ലതായിരുന്നു. അങ്ങനെ സോ ഇപ്പൊ ഇത് കുറച്ച് ഞാൻ അങ്ങനെ ക്രഷ് ചെയ്തു കുറച്ച്. സോ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടി വേണം. സോ നമുക്ക് അത് കുറച്ച് മധുരമായിട്ട് കിട്ടും നമ്മുടെ മിക്സറിക്ക് ടേസ്റ്റ്. സോ ഞാൻ എത്ര ഇത് എന്താ പറയണേ, ഇവിടെ കുറച്ച് പഞ്ചസാര അങ്ങനെ കട്ടിയായിണ്ടായിരുന്നു. സോ അത് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. സോ അത് ഇപ്പൊ പൊടിച്ചിട്ട് നമുക്ക് എടുക്കണം. സോ വെച്ച് ഞാൻ നൈസായിട്ട് പൊടി അതിൻ്റെ നോക്കൂ ഫ്രണ്ട്സ്. പഞ്ചസാര അങ്ങനെ പൊടിച്ചിട്ട് ഞാൻ എടുത്തു. സൈഡിൽ വെക്കാം. സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം. പിന്നെ ഇത് നമ്മള് പൂരി ഉണ്ടേന കുറുമുറ അത് കുറച്ച് സോഫ്റ്റ് ആയിണ്ടേന. സോ അത് വേണ്ടിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാവുമ്പോ ഇടണം. മാട്ടി വെക്കാം. സോ നല്ലോണം നമുക്ക് പാൻ ചൂടാവണം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച്. സോ ഇത് ചൂടായിണ്ട് ഇപ്പോ എനിക്ക് തോന്നുന്നുണ്ട്. സ്ലോ ഫ്ലെയിമിൽ ചെയ്യാം. സോ ഫ്ലെയിം ഞാൻ കുറച്ച് സ്ലോയിലാക്കി ഇപ്പൊ ഇത് എല്ലാം ഇതിലെടുത്ത് കുറച്ച് അങ്ങനെ അലക്കി കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യണം. സോ അത് കുറച്ച് കറുമുറാവും. 2 മിനിറ്റ് ചെയ്യുമ്പോ കുഴപ്പമില്ല മതിയാവുന്ന.
സോ അത് കുറച്ച് നമുക്ക് അങ്ങനെ നോക്കണം. സോ പിടിച്ചിട്ട് സോ നമുക്ക് അറിയും ഫ്രണ്ട്സ് ഇത് ചൂട് അതിൻ്റെ അല്ലെങ്കിൽ അല്ല. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. സോ അത് കുറച്ച് കരുമുറാവും നൈസായിട്ട്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ അത് കളർ മാറ്റും, പക്ഷേ കുറുമുറാവില്ല. സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനുണ്ട്, മീൻസ് റോസ്റ്റ് ചെയ്യാനുണ്ട് കുറുമുറ നമ്മുടെ. അത് കുറച്ച് സമയം എടുക്കും. സ്ലോ ഫ്ലെയിമിൽ നമ്മൾ ചെയ്യണം നമുക്ക്. സോ നമുക്ക് അത് കുറച്ച് കറുമുറായിട്ട് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. കറുമുറ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവശ്യമില്ല അമ്മ. കറുമുറ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവശ്യമില്ല. പക്ഷെ എന്തായി കുറച്ച് അത് തണുത്തു. സോ അത് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നല്ലതാണ് അമ്മ, കുറച്ചുകൂടി കുറുമുറായിട്ട് കിട്ടും നമുക്ക്. കുറുമുറ ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ലതാ, കുറച്ച് ക്രിസ്പി ആവും. ഇത് കുറച്ചുകൂടി ക്രിസ്പി ആവും, അത് വേണ്ടിട്ടാ. കുറച്ച് അങ്ങനെ കുറച്ച് അത് നോക്കണം. ആയിണ്ട് ആയി തുടങ്ങി. കുറച്ച് ഒരു 2 മിനിറ്റ് പിന്നെ ചെയ്യാം, കൂടുതൽ ചെയ്യാം കുറച്ച്. സോ ഇപ്പൊ ഇത് കുറുമുറയ്ക്ക് ആയിണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്ക് അത് അങ്ങനെ എടുത്ത് നോക്കണം. കുറച്ച് സൗണ്ടിക്ക് വന്നു, അല്ലെങ്കിൽ നമുക്ക് അത് കുറച്ച് അങ്ങനെയാ സൗണ്ടിക്ക് കേട്ടിട്ടുണ്ട്. സോ അത് കുറുമുറായിണ്ട്. സോ ഇപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് മാറ്റി വെക്കാം. ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ, അതെല്ലാം ഇടണം. പിന്നെ ഇപ്പോൾ നമുക്ക് മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം, പിന്നെ ഒരു തടുക്ക പാൻ വെക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ചിന് മതി, നമുക്ക് മതി, എത്ര മതി, ഒരു 2 സ്പൂണ് നമുക്ക് മതി. ഇപ്പൊ അത് കുറച്ച് ചൂടാവണം. പിന്നെ ഞാനിത് നാളികേരം ഉണ്ടേന അത് നൈസായിട്ട് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്യും. സോ എണ്ണ നമ്മുടെ കുറച്ച് ചൂടായിണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് നാളികേരം ഉണ്ടേന അത് ഇടണം. പിന്നെ കുറച്ച് മീഡിയമിൽ ഫ്ലെയിം ആക്കി ഞാൻ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കുറച്ച് നൈസായിട്ട് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്യണം. ഇത് ഫ്രഷ് നാളികേരം ഉണ്ടേന ഫ്രണ്ട്സ്. സോ അത് കുറച്ച് സമയം എടുക്കും. ഉണക്ക നാളികേരം ഉണ്ടെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കുന്നില്ല. സോ ഇപ്പൊ ഇത് നൈസായിട്ട് നമുക്ക് ബ്രൗൺ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. കുറച്ച് അങ്ങനെ അലക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം. സോ അത് എല്ലാ രണ്ടും സൈഡും നമുക്ക് ഒരു കളർ കിട്ടും. ഇപ്പൊ ഇത് ഫ്രൈ ആയിണ്ട്. കുറച്ച് ഒരു മിനിറ്റ് ചെയ്യാം. മതിന ഇത് ഇപ്പൊ നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് അങ്ങനെ വെക്കണം. സോ അത് എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും നമ്മുടെ പാനിലേക്ക്. പിന്നെ അത് ഇടണം. പിന്നെ ഇതിൽ നമുക്ക് ഇപ്പോ കപ്പലണ്ടി ഉണ്ടേന അത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സിം ഉണ്ട്. സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ അത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ ഇത് കൂടി നമുക്ക് കുറച്ച് അങ്ങനെ നൈസായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. രണ്ട് സ്പൂൺ ഉണ്ടാവും നമ്മുടെ ഇത് കപ്പലണ്ടി. പൊട്ടി തുടങ്ങി കുറച്ച്, പക്ഷെ ആയിട്ടില്ല, അത് കുറച്ച് ബ്രൗൺ ആവണം. സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് ഫ്രൈ ആയിണ്ട്, നൈസ് കുറച്ച് കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. സോ ഇത് കൂടി നമുക്ക് അങ്ങനെ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം ഇടണം, അങ്ങനെ വെക്കണം. സോ അത് എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും കുറച്ച് അങ്ങനെ വെക്കുമ്പോൾ.
നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫ്രണ്ട്സ്, കുറച്ചൊക്കെ ബ്രൗൺ ആയിണ്ട് നമ്മുടെ കപ്പലണ്ടി. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് 1 സ്പൂണ് പുട്ടുകടല ഉണ്ടേന അത് എടുത്തിട്ടുണ്ട്. ഇത് കൂടി കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം. അതിൻ്റെ 1 മിനിറ്റ് മാറ്റി വെക്കാം. ഇവിടെ പിന്നെ ഇവിടെ കുറച്ച് മുന്തിരിക്ക ഉണ്ട്. ഇത് ഓപ്ഷണൽ ഉണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടണം. ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ വണ്ടി ഉണ്ടേനോ, കാഷ്യൂ നട്ട്, അത് കൂടി ഇടാം. പക്ഷെ എൻ്റെ ഇല്ല, സോ ഞാൻ ഇട്ടിട്ടില്ല. മുന്തിരിക്ക ഉണ്ടായിരുന്നു, സോ ഞാൻ കുറച്ച് മുന്തിരിക്ക എടുത്തു. മുന്തിരിക്ക പെട്ടെന്ന് ഫ്രൈ ആവും. മതി നമ്മ ഇടണം. സോ അത് ഫ്രൈ ആയിണ്ടേ, കുറച്ച് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇതിൽ ഇടണം. ഇപ്പോ ഇവിടെ നമുക്ക് ഇത് നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കുറച്ച് അങ്ങനെ കറിവേപ്പില കുറച്ച് പൊട്ടിച്ചിട്ട് വെക്കണം. പിന്നെ ഇത് ഇപ്പൊ ഇത് നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉണ്ടേന അത് ഇതിലിടണം എണ്ണാത്തേക്ക്. ഇത് കൂടി നമുക്ക് കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ കടുക് പൊട്ടിക്കാം അമ്മ, പൊട്ടിക്കണ്ടാണ്. ഇത് മതി നമുക്ക്. കുറച്ച് പച്ചമുളക്, കുറച്ച് ഇത് ബ്രൗൺ ആവണം, കുറച്ച് അത് ടേസ്റ്റ് കിട്ടും നമുക്ക്. കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയുടെ കുറച്ച് നൈസായിട്ട് ടേസ്റ്റിന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് 1/4 ടീസ്പൂൺ ഉണ്ടാവും. അത് കുറച്ച് മുളക് കുറച്ച് ഫ്രൈ ആവണം, ഫ്രൈ ആയിട്ടില്ല ശരിക്കായിട്ട്. കറിവേപ്പില പോയി ഒരെണ്ണം. ഇപ്പൊ ഇത് നോക്കൂ ഫ്രണ്ട്സ്, നൈസായിട്ട് ബ്രൗണിക്ക് ആയിണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് മഞ്ഞൾപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇടണം. കുറച്ച് ഇളക്കി കൊടുക്കാം. അത് കുറച്ച് പച്ച ടേസ്റ്റ് ഉണ്ടാവുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിക്ക്, അതൊക്കെ പോവും. മതിന. ഇപ്പൊ ഇത് ഗ്യാസ് ഓഫ് ആക്കാം. പിന്നെ ഇത് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടണം. കുറച്ച് എണ്ണ നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇടണം ഫ്രണ്ട്സ് മിക്സറിലേക്ക്. പഞ്ചസാര കുറച്ച് അംചൂർ പൗഡർ കൂടി ഇടാം. കുറച്ച് അംചൂർ പൗഡർ ഇടണം നമുക്ക്, കുറച്ച് മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടി ഇടണം. കുറച്ച് പഞ്ചസാര ഇടണം. ഇത്രയും മതിയാവും. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കണം, പിന്നെ വേണമെങ്കിൽ ഇടാം. നല്ല മഞ്ഞൾ. ഇപ്പൊ ഇത് നമുക്ക് നൈസായിട്ട് എല്ലാ സൈഡ് കുറച്ച് അത് മിക്സ് ചെയ്യണം. നോക്കൂ, നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടായിരുന്നു, സോ അത് കുറച്ച് കളർ നമുക്ക് യെല്ലോ കളർ കിട്ടും നമ്മുടെ മിക്സർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് എരിവ് വേണമെങ്കിൽ കുറച്ച് എരിവായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇതിൽ മുളക് പൊടി ഇടണം. ഞാൻ കുറച്ച് എരിവ് ഉണ്ടാക്കുന്നില്ല, മീഡിയം ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. സോ അത് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി എടുത്തിട്ടില്ല. നല്ല മണമിക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ്, നല്ല മണം വരുന്നുണ്ട്. സോ ഇപ്പോ ഇത് ഞാൻ നൈസായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് ടേസ്റ്റ് ചെയ്യാം. കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഉപ്പ്. എനിക്ക് അങ്ങനെ കുറച്ച് കുറഞ്ഞിട്ട് തോന്നി ഫ്രണ്ട്സ്, സോ അത് വേണ്ടിട്ട് ഞാൻ കുറച്ച്
കുറച്ച് ഉണ്ട് എന്നാ കുറച്ചുകൂടി ഇടാം. കുറച്ച് മതി. പിന്നെ കുറച്ചുകൂടി അംചൂർ പൊടി ഇടണം. അത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്യണം ഫ്രണ്ട്സ്. ചിലവർക്ക് വേറെ വേറെ ടേസ്റ്റ് ഉണ്ടാവും ഫ്രണ്ട്സ്, ഇഷ്ടമുണ്ടാവും. സോ അത് നോക്കിയിട്ട് ചെയ്യണം. സോ ഇത് നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം നോക്കൂ, നമ്മുടെ നല്ല ടേസ്റ്റി പൂരി മിക്സർ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് മീൻസ് ചൂട് മാറിയ ശേഷം ഞാനിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഡബ്ബയിലേക്ക് മാറ്റി വെക്കും. സോ അത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ വെക്കുമ്പോൾ അത് കുറച്ച് എന്താ പറയണേ, പെട്ടെന്ന് തണുക്കും. കുറച്ച് സമയം മതി. ചൂട് ആറിയ ശേഷം മതി നമുക്ക് പെട്ടെന്ന് അത് ഡബ്ബയിൽ വെക്കണം. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കുറച്ച് കയ്യിലെടുത്തു. ആക്ച്വലി അതിന് മഞ്ഞൾ കളർ ആയിണ്ടേ, പക്ഷെ അത് ക്യാമറയിൽ എത്ര കാണില്ല. സോ നിങ്ങളുടെ വിചാരിക്കും അത് യെല്ലോ കളർ കാണില്ല, പക്ഷെ ആയിണ്ടേ ക്യാമറയിൽ അത്ര അത് കളർ കിട്ടില്ല നമുക്ക്. ചിലപ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ ഏതാ പ്രശ്നം ഉണ്ടാവും. സോ ഇപ്പോ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇതിൽ ഇടണം. അത് നമുക്ക് അങ്ങനെ ഗ്യാസിൽ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമില്ല. ഇതിൽ നമ്മുടെ ഇപ്പൊ പഞ്ചസാര ഉപ്പൊക്കെ എടുത്തുന അതേ നേരം നമുക്ക് അത് കുറച്ച് മുളക് പൊടി ഇടണം, നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട്. പിന്നെ അത് നൈസായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പക്ഷെ നമ്മുടെ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് നമുക്ക് കുറച്ച് എരിവൊക്കെ കിട്ടുന്നുണ്ട്. അതിന് കുറച്ച് എരിവുണ്ട്. പിന്നെ ഇത് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി ഇടണം. പിന്നെ ഇത് നോക്കൂ, തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് മിക്സറിൽ കഴിക്കാൻ വേണ്ടിട്ട്. നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക്. പിന്നെ എങ്ങനെ അതിന്റെ അമ്മ കുറച്ച് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം ആയി നമുക്ക് ചായക്ക്. കർമുറായിണ. നല്ല കർമുറായിണ്ട്. ഇത് ഒരു ടിപ്പിന് ഉണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല കർമുറായിട്ട് കിട്ടും. കർമുറാവും. ശരി, ഒരു ടിപ്പുണ്ട്. ചിലപ്പോ കർമുറായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ അങ്ങനെ ചെയ്യുമ്പോ കുറച്ചുകൂടി കർമുറായിട്ട് കിട്ടും. സോ നല്ല മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാഷ്യൂ വേണമെങ്കിൽ ഇടണം. അത് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടമാണ്. കുറച്ച് കാഷ്യൂ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. കുറച്ച് റിച്ച് മിക്സർ ആവും നമ്മുടെ. സോ നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്, പൂരി മിക്സർ. നിങ്ങളുടെ അത് ട്രൈ ചെയ്യൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ ചൂട് കുറച്ച് മാറിയിട്ടുണ്ട് ഫ്രണ്ട്സ്. സോ ഇപ്പൊ ഞാൻ ഇത് ഒരു ഡബ്ബിൽ വെക്കാം. സോ അത് നമുക്ക് കുറച്ച് ദിവസം ചായക്ക് സമയം കുറച്ച് എടുത്ത് കഴിക്കാം. പിള്ളേരെ ഉണ്ടെങ്കിൽ നല്ലതാണ് അമ്മ, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് വെക്കണം. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ നിങ്ങൾക്ക് കൂടെ പൂരി മിക്സറൊക്കെ ഷെയർ ചെയ്തു. ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒരു അവൽ മിക്സർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നമ്മുടെ അവൽ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം, നിങ്ങൾ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ പൂരി മിക്സർ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.